ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റിയിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ആയത് ഒരു റെസിസ്റ്റൻസിൻ്റെയും സപ്പോർട്ടിൻ്റെയും ഇടയിലാണ്. അതിനുശേഷം ഒരു അതായത് റെസിസ്റ്റൻസ് ബ്രേക്കായി സൈഡ് കൺഫേം ആവുന്ന രീതിയിൽ പോയി അവിടെ ഒരു പ്രോഫിറ്റ് എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം കണ്ടിന്യൂ ആയിട്ട് വന്നൊക്കെയായിരുന്നു. നിന്ന് കണ്ടിന്യൂ ആയിട്ട് അടുത്തൊരു സപ്പോർട്ട് ബ്രേക്ക് ആക്കിയിട്ടാണ് നിൽക്കുന്നത്. നാളെ വേണമെങ്കിൽ നിഫ്റ്റിക്ക് കണ്ടിന്യൂ ആക്കാൻ പറ്റും, സൈഡ് കണ്ടിന്യൂ ആക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു നിലയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ സ്പോട്ട് ചാർട്ടിനായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് സ്ട്രൈക്ക് ചാർട്ടാണ്. സ്ട്രൈക്ക് ചാർട്ടിൽ ഇത്രയും സ്ട്രൈക്കുകൾ നമ്മളൊന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. നമ്മളിന്ന് ഗൂഗിൾ മീറ്റ് രാവിലെ 9 മണി ടു വൈകിട്ട് 2:30 വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഗൂഗിൾ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്ക് ഇങ്ങനെ അപ്ഡേഷൻ ചെയ്യൽ ഇത്തിരി പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ബട്ട് ഈ പറഞ്ഞ പ്രൈസുകളൊക്കെ നമുക്ക് 8:30 കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ പ്രൈസിലാണ് ബൈ എടുക്കേണ്ടതെന്ന് 8:30 കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഏതെങ്കിലും ഒരു പ്രൈസ് തരണം എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിലും ഞാൻ നെക്സ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി ഉണ്ട്. അതും കൂടി കിട്ടണം. ഇതിന് ഏർലി എൻട്രി കിട്ടണം എന്നുള്ള സെറ്റപ്പ് ആണെങ്കിലും അത് ഗൂഗിൾ മീറ്റിൽ വരുന്നവർക്കാണ് കിട്ടിയിട്ടുണ്ടാവുക. നിങ്ങൾക്കാവില്ല. നിങ്ങൾക്ക് ഇരിക്കണ പ്രൈസ് ഓൾറെഡി ഞാൻ 8:30 തന്ന പ്രൈസ് നിങ്ങൾക്കുള്ള പ്രൈസ് അവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്ന് വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഉണ്ടാവില്ല ഗൂഗിൾ മീറ്റ് കേട്ടോ. നമ്മളെപ്പോഴെങ്കിലൊക്കെയാണ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഈ അടുത്തൊന്നും അതുണ്ടാവില്ല. ഗൂഗിൾ മീറ്റ് ഇടുന്നതും കൂടി മാനേജ് ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മീറ്റ് എന്തായാലും ഇനി കുറച്ച് മാസം കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഗൂഗിൾ മീറ്റ് ഇടയ്ക്ക് ഓരോരുത്തർക്ക് ചെയ്യാമെന്നല്ലാണ്ട് നമുക്ക് ഫുൾ ലെങ്ത്തിൽ, അതായത് മോർണിംഗ് ടു ഈവനിങ് വരെ ഇരിക്കാൻ മുന്നേ ഒരു ഗൂഗിൾ മീറ്റ് ചെയ്യൽ അത്ര പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം അത് കാരണം ഇന്ന് കുറച്ച് പ്രശ്നങ്ങളായി. മനസ്സിലായില്ലേ? ട്രേഡ് ആൾക്കാരുടെ ഭാഗത്തൊന്നും പ്രശ്നങ്ങളൊന്നല്ല. ഗ്രൂപ്പിൽ ഇടാൻ എനിക്ക് കുറച്ച് ലേറ്റ് ആവുന്ന സിനാരിയോസൊക്കെ നടന്നിട്ടുണ്ട്. നമുക്കെല്ലാം നോക്കാം. ഇത് 24,750 ആണ്. ഇതൊക്കെയും പെയ്ഡ് ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ള ലെവലാണ്. ഫ്രീ ഗ്രൂപ്പിലത്തെ ലെവൽസ് അല്ല, പെയ്ഡ് ഗ്രൂപ്പിലത്തെ ലെവൽസാണ്. 24,750 ഇതൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റബിളായിട്ടാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊരു കോസ്റ്റ് ആണ്. ഇതൊരു 1 വേ മൂവ്മെൻ്റ് ആണ്. ഇനിയിപ്പോൾ അവിടെ കിട്ടാത്തവർക്ക് ഈ എൻട്രി, അവിടെയും കിട്ടാത്തവർക്ക് വേറൊരു എൻട്രി. 3 എൻട്രിയിൽ വന്നിട്ടുണ്ട്. ആ 3 എൻട്രി ആക്ടിവേഷൻ ആയിട്ടുണ്ട്. 3 എൻട്രിയിലും 1:2 മിനിമം വന്നിട്ടുണ്ട് എല്ലാ പോയിന്റ്സിലും. ഇനിയിപ്പോൾ ഒരു ട്രേഡ് കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു 50 പോയിന്റ്സ് ആണ് കേട്ടോ. ഈ ട്രേഡ് ഒരു 72 പോയിൻ്റാണ്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോയിന്റ് കിട്ടും. അല്ലെങ്കിൽ പറഞ്ഞ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും. ഇതാണ് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ട്രേഡുകൾ. 24,850. കുറച്ച് ലെവൽസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഓരോ ലെവൽസിലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ഇതും സെയിം ലെവൽ, ഇതിന് മുകളിലത്തെ വേറെ ലെവൽ. പിന്നെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താണ് ബാക്കിയുള്ള ലെവലുകൾ. എന്താ റീഅറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് ഗൂഗിൾ മീറ്റിലും പെയ്ഡ് ഗ്രൂപ്പിലായിട്ട് കൊടുത്തുള്ള ലെവലുകളാണ് അതൊക്കെ. അപ്പോൾ ഇതിലൊക്കെ SLകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഡയറക്റ്റ് SL. മൂന്നാമത്തെ എൻട്രി ഡയറക്റ്റ് SL. ഫസ്റ്റ് രണ്ടാമത്തെ എൻട്രി അത് കിട്ടിയിട്ടില്ല. ഇനി ഒന്നാമത്തെ എൻട്രി ആണെങ്കിൽ 10 മിനിറ്റിൽ ഇറങ്ങേണ്ടി വരും. അത് പക്ഷെ നല്ല രീതിക്ക് മൂവ്മെൻറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് ഹോൾഡ് ചെയ്തിരുന്നാലാണ് കിട്ടുള്ളൂ. ഒരു ലോട്ട് എടുത്തിട്ട് ഹോൾഡ് ചെയ്യൽ നടക്കില്ല. ഒരു ലോട്ട് എടുത്തിട്ട് നമുക്ക് കോസ്റ്റ് അടിച്ച് പോവുള്ളൂ. 2 ലോട്ട് എടുക്കുന്നവർക്കാണ് നമ്മുടെ ടെക്നിക്ക് അറിയാലോ. ഒരു ലോട്ടിന് ഒരു 10-15 പോയിൻ്റൊക്കെ ആകുമ്പോൾ വിൽക്കുക, ബാക്കി ഒരു ലോട്ടിന് SL തന്നെ വിൽക്കുക. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇതൊരു 50 പോയിന്റ് ഫുൾ ടാർഗറ്റ് എന്നുള്ള ലെവലിൽ ഫസ്റ്റ് ട്രേഡ് പോവുള്ളൂ. ഇതല്ലാണ്ട് തന്നെ നമുക്ക് മിസ്സായി പോയ ട്രേഡുകളുണ്ട്. പണ്ട് കാര്യമില്ല. ആ ഒരു ടൈം ഇഷ്യൂ ആണ് വിഷയമായത്. 24,800 ആണ് ഫസ്റ്റ് ട്രേഡ്. ഇവിടെ ഒരു SL ആയിട്ടുണ്ട്. റീ എൻട്രി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു റീ എൻട്രി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ല. ഒരു റെഡ് ക്യാൻഡ് വന്നിട്ടൊക്കെ ഉണ്ട്. നല്ല പ്രോഫിറ്റിക്ക് പോകാനും പറ്റും. അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി മുകളിലത്തെ ലെവലാണെങ്കിൽ അങ്ങനെയാണെങ്കിലും പ്രോഫിറ്റിക്ക് പോകാൻ പറ്റും. ഇല്ലായിക്കൊന്നുമില്ല. 125 ഉണ്ട് എൻട്രി. പിന്നെ 81,400 ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നു. അതൊരു കോസ്റ്റ് ആണ്. രണ്ടാമത്തെ എൻട്രി ഒരു കോസ്റ്റ് ആണ്. മൂന്നാമത്തെ എൻട്രി ഒരു ഡയറക്റ്റ് SL. നാലാമത്തെ എൻട്രി ഒരു കോസ്റ്റ് ആണ്. ഇനിയിപ്പോൾ 5ാമത്തെ എൻട്രി കൂടെ എടുക്കാം. ഇവിടെ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കയറി പോയിട്ടുണ്ട്. പക്ഷെ ഇത്ര എൻട്രികൾ വരുന്നുണ്ടെന്ന് മാത്രം. റീ എൻട്രി എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള എൻട്രികളാണ് പ്രശ്നം കേട്ടോ അവിടുത്തെ. പിന്നാണ് 56,600 ആണ്. 56,600 ഒരു നല്ല എൻട്രിയാണ്. 85 പോയിൻ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ട്രേഡ് ഹോൾഡ് ചെയ്യണവർക്ക്
ഒരു 90 പോയിന്റ് അങ്ങനെയൊക്കെയാണ്. 1:2 ആണ് വന്നേക്കണത് മാത്രം. പിന്നെ ഉണ്ടായിരുന്നത് 24,600 പി ആണ് ലാസ്റ്റ് ട്രേഡ് ആയിരുന്നു. ഗൂഗിൾ മീറ്റിൽ കൊടുത്ത ലെവലാണ് കേട്ടോ അത്. ഇത് 20 പോയിന്റാണ് പോയിണ്ടായിരുന്നത്. പിന്നെ ലെവൽസ് 88 അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള. അപ്പോൾ ടോട്ടൽ ഇത്രയും ട്രേഡുകൾ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. ലോട്ട് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒപ്പം ട്രേഡ് എടുക്കുമ്പോൾ ലോട്ട് മാനേജ്മെൻറ്റ് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം തന്നെ 1 ലോട്ട് 2 ലോട്ട് 10 ലോട്ട് എന്ന് വെച്ച് ഓരോ ട്രേഡിൽ എടുക്കാൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കയ്യിൽ നിന്ന് നിൽക്കാത്ത രീതിയിൽ പോകും. SLകളാണെങ്കിലും ശരി, പ്രോഫിറ്റുകളാണെങ്കിലും ശരി, അത് അങ്ങോട്ട് ഇങ്ങോട്ട് മിസ്മാച്ച് ആയിട്ട് നിൽക്കും, ടാലി ആവില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം സെയിം ലോട്ട് തന്നെ എല്ലാ ട്രേഡ് എടുക്കാൻ നോക്കുക. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഗൂഗിൾ മീറ്റ് വയ്ക്കാൻ കാരണം തന്നെ അതൊന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിപ്പോൾ എല്ലാവർക്കും ഒരു വിധത്തിലേക്ക് ക്ലിക്കായി ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഞാൻ. അപ്പോൾ അങ്ങനെയാണ് എടുത്ത് പോകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ടോട്ടൽ നടന്നേക്കണത്. ബിറ്റ്കോയിനും ക്രൂഡ് ഓയിലൊന്നും കൊടുത്തിട്ടില്ല, അതൊക്കെ ഇനി കൊടുക്കണം. ഇതാകെ ഒരു ബിസി ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് പിന്നെ ഒന്നും ചെയ്യാണ്ടിരുന്നത് കേട്ടോ. ഇത് പേഴ്സണലി എൻ്റെ ഗ്രൂപ്പിലിരിക്കുന്ന മെമ്പേഴ്സിനോടൊക്കെ സംസാരിക്കേണ്ട രീതിയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടെ വരുന്ന ട്രേഡുകൾ നിങ്ങൾക്ക് എടുക്കാം, പ്രോഫിറ്റിലേക്ക് പോവാം. പ്രോഫോർ ലോസ് എന്നൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരാഴ്ച കൊണ്ട് തന്നെ മനസ്സിലാവും. നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ഗ്രൂപ്പിൽ വരുന്ന ട്രേഡ്സ് മാത്രം എടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് നോക്കി. അപ്പോൾ നിങ്ങളത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നടന്നേക്കണത്. വേറൊന്നും പറയാനില്ല. നിങ്ങൾ നന്നായിട്ട് ട്രേഡിംഗ് ഒക്കെ നന്നായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കിയിട്ടൊക്കെ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കും ഇതൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ അത് പറഞ്ഞു തരണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത്രയെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. ഇൻസ്റ്റാഗ്രാം ബ്രോഡ്കാസ്റ്റ് ചാനലിലൊക്കെ ഒന്ന് ജോയിൻ ആവുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ഓക്കെ ബൈ.